നല്ല പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രിയിൽ നിലാവിൽ കുളിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിലാവിൽ കുളിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് നിലാവല്ല, ഇത് സിനിമയിലെ ലൈറ്റുകളുടെ ലോകത്തിലെ ഏറ്റവും പുതിയ അത്ഭുതമാണ്. ഏറ്റവും പുതിയ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ആ കാണുന്നതാണ് ചന്ദ്രനല്ല, അത് 18K ലൈറ്റാണ്. 18K എന്നാണ് അതിന് പറയുന്നത്. ഹീലിയം ബലൂണാണ്. ഹീലിയം 9 സിലിണ്ടറുകളിൽ ഹീലിയം നിറച്ച് ആ ഹീലിയം കൊണ്ട് എയറിൽ പൊക്കുന്ന 80 അടിയോളം ഹൈറ്റ് വരെ പൊങ്ങാൻ കഴിയുന്ന ഏറ്റവും പുതിയ ലൈറ്റാണത്. അതിൻ്റെ താഴെ കാണുന്ന 3 ചെറിയ നോബുണ്ട്. ആ നോബിലൂടെയാണ് ഹീലിയം ഗ്യാസ് കടത്തിവിടുന്നത്. അതിനകത്തുള്ളത് 3 4kV ലൈറ്റ്സ് ഉണ്ട്. 4kV പാർ ലൈറ്റ്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ 6000 ടങ്സ്റ്റൺ ലൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ആ ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ വൈറ്റ് ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ലൈറ്റാണ് ഇതിലെ 3 പാറുകൾ ഡിം ചെയ്യുകയും ടങ്സ്റ്റൺ ലൈറ്റുകൾ മാത്രം ഓൺ ചെയ്യുകയും ചെയ്താൽ ഈ വെള്ള കളറിലുള്ള നിലാവിൻ്റെ രൂപത്തിലുള്ള ഈ വെളിച്ചം വാം ലൈറ്റാവും. വാം ടോണിലുള്ള ലൈറ്റായിട്ട് മാറും. ഇതിന് എത്ര വേണമെങ്കിലും താഴേക്ക് കൊണ്ടുവരാൻ അതിനൊരു മോട്ടറുണ്ട്. ഇതിന് ഹൈറ്റിലേക്ക് പൊക്കാനും മോട്ടറുണ്ട്. ഏതാണ്ട് 5 ആളുകളാണ് ഈ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ക്രൂവിലുള്ളത്. 3 ബൂസ്റ്റേഴ്സ് ഉണ്ട്. ഇത് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാനുള്ള മോട്ടറുണ്ട്. ഈ ഒരു ഏരിയ 120 ഡിഗ്രി ആംഗിളിൽ ഇത് സെൻറ്റർ ചെയ്താൽ അതിൻ്റെ ചുറ്റും 120 ഡിഗ്രിയിൽ ഈവണായിട്ട് ഒരേപോലെ ലൈറ്റ് ഉണ്ടാവും. പണ്ട് നമ്മൾ HMI ലൈറ്റും പാർ ലൈറ്റൊക്കെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്തിരുന്ന ലൈറ്റ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മീതെയൊക്കെ ലൈറ്റ്മാൻമാർ കയറി വെച്ച് ഫിക്സ് ചെയ്തിരുന്ന ലൈറ്റിന് പകരം ഇപ്പോൾ ഈ ഒരൊറ്റ ലൈറ്റ് വെച്ചാൽ ഒരു ഏരിയ മുഴുവൻ ഈവണായിട്ട് റിയൽ മൂൺ ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്ന വെളിച്ചമുണ്ടാവും. ഈ ലൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ലൈറ്റ് ഉപയോഗിച്ച് കേരളത്തിലൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വിണ്ണൈ താണ്ടി വരുവായ എന്ന് പറയുന്ന സിനിമ. അതിലെ നൈറ്റിലുള്ള മൂൺ ലൈറ്റിൽ ആലപ്പുഴ നഗരത്തിൻ്റെ വേറൊരു മുഖം നമുക്ക് കാണിച്ചു തന്ന ഷോട്ടുകൾ ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഇതിൻ്റെ 32Kയുടെ ഒരു ലൈറ്റ് കൂടി ഉണ്ട്. അത് ഇതിനേക്കാൾ വലുതാണ്, ഇതിൻ്റെ ഇരട്ടി വരും. അത് ഇപ്പോൾ പക്ഷേ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 16K ലൈറ്റാണ്. ഇത് സുബ്രഹ്മണ്യപുരം സംവിധാനം ചെയ്ത ശ്രീ ശശികുമാറിൻ്റെ ലൊക്കേഷനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയിലെ ഒരു നൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനാണ് ഈ ലൈറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപയാണ് ഈ ലൈറ്റിൻ്റെ വാടക. അതുകൊണ്ട് മലയാള സിനിമ വളരെ കുറച്ചുകൂടി കാലം പിടിക്കും ഈ ലൈറ്റ് ഉപയോഗിച്ച് തുടങ്ങാൻ. വലിയ സിനിമകൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. നമുക്കിപ്പോൾ തൽക്കാലം കൊതിയോട് കൂടിയിട്ട് ഇതിനെ നോക്കിയിരിക്കും. സോക്കോൾഡ് സ്റ്റാറുകൾക്ക് വരെ നമ്മൾ 10 ലക്ഷങ്ങളും 20 ലക്ഷങ്ങളും കൊടുക്കുന്ന നമ്മുടെ ഇൻഡസ്ട്രി, പക്ഷേ ഒരു മൂൺ ലൈറ്റ് എന്ന് പറയുന്നൊരു സാധനം ഒരു സിനിമോട്ടോഗ്രാഫർ ചോദിച്ചാൽ അദ്ദേഹത്തിന് അയാളുടെ സിനിമയിൽ നിന്ന് മാറുമെന്നല്ലാതെ അയാൾക്ക് അത് കിട്ടില്ല. ഫ്ലോട്ടിംഗ് മൂൺ എന്നറിയപ്പെടുന്ന ഈ ബലൂൺ ലൈറ്റാണ്. ഒരുപാട് ലൈറ്റുകൾ ചേർന്ന് പകരുന്ന പ്രകാശം ഈ ഒരൊറ്റ സ്രോതസ്സിൽ നിന്നും ലഭിക്കുന്നു. സമഗ്രമായ വെളിച്ചവിന്യാസമാണ് ഈ ലൈറ്റിൻ്റെ സവിശേഷത. ഫ്ലോട്ടിംഗ് മൂൺ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ്സ് ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ശരിക്കും ആ മൂണിൻ്റെ ലൈറ്റ് നമുക്ക് ആ ഒരു ഇതിൽ വെക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്രൗച്ചിങ് ടൈഗർ, ഹിഡൻ ഡ്രാഗണൊക്കെ കാണുമ്പോൾ അതിൻ്റെ നൈറ്റിലുള്ള സീനുകളിലൊക്കെ അത്ര രസമാണ് അത് വെച്ചിട്ട് ലൈറ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇപ്പം മണിരത്നം സാറിൻ്റെ രാവൺ വന്നപ്പോൾ സന്തോഷ് ശിവൻ സാർ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിമിൽ അവർ അതിരപ്പള്ളിയിൽ വിക്രം നിൽക്കുന്നൊരു ഷോട്ട് അവരിതേപോലെ ഫുൾ ബലൂൺ ലൈറ്റ്സ് വെച്ചിട്ട് ലിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് നൈറ്റ്. അപ്പോൾ അത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂണിൻ്റെ ലൈറ്റിനെ നമുക്ക് അതേ ലൈറ്റിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ്.